ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഒരു യൂട്യൂബ് സെഷനിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. CGLൻ്റെ എക്സാംസ് നമ്മുടെ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 9th September 2024 നടന്ന എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ടാണ്. എല്ലാ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസ് മെമ്മറി ബേസ്ഡ് ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. എക്സാം കഴിഞ്ഞിട്ടുള്ളവർക്ക് അവർക്ക് എത്രയൊക്കെ ശരിയായി എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എക്സാംസ് ഇനി വരാൻ പോകുന്നവർക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെഷൻ. കാരണം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി സ്പീഡിൽ പോകാം നമുക്ക് ഇന്നത്തെ സെഷൻ. നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സെറ്റിംഗ്സിൻ്റെ അകത്ത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്പീഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം. ഓക്കെ, സോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഹിസ്റ്ററിയിൽ നിന്നാണ്. സുദർശന ലേക്ക് വാസ് റിപ്പയർഡ് ബൈ ഡാഷ്. സോ നമ്മൾ ജനറൽ അവയർനെസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. 60+ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഓൾറെഡി എക്സാം എഴുതിയിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഡിഫറൻസസ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാ ക്വസ്റ്റ്യൻസ് എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സുദർശന ലേക്ക് വാസ് റിപ്പയർഡ് ബൈ ഡാഷ്. ആരാണ് സുദർശന ലേക്ക് റിപ്പയർ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുദർശന ലേക്കിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അതാരാണ് കൺസ്ട്രക്ട് ചെയ്യിപ്പിച്ചതെന്ന് അറിയണം, എവിടെയാണത് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം, പിന്നെ അത് റിപ്പയർ ചെയ്യിപ്പിച്ച 2 മെയിൻ ആൾക്കാരാണ്. അപ്പോൾ ഈ 4 പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് എവിടെയാണ്? ആദ്യം തന്നെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇത് എവിടെയാണ് സുദർശന ലേക്ക് വരുന്നത്? സുദർശന ലേക്ക് വരുന്നത് ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലെ ഗിർനാറിലാണ്. ഒരു പോയിന്റ് പഠിച്ചല്ലോ, ഗുജറാത്തിലെ ഗിർനാറിലാണ്. ഓക്കെ, ഇനി ഇത് പണിയിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യയാണ് ഇത് പണിയിച്ചിരിക്കുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനാണ് ഇത് പണിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗവർണറായ പുഷ്യഗുപ്തയാണ് ഇത് പണിതത്. ഓക്കെ, അപ്പോൾ ആരാണ് റൂളർ അന്നത്തേന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്ത മൗര്യനാണ്. അദ്ദേഹത്തിൻ്റെ ഗവർണറായ പുഷ്യഗുപ്തയെ കൊണ്ടാണ് ഇത് പണിയിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ ലേക്കിൻ്റെ റിപ്പയർ 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഒന്ന് രുദ്രദമനാണ് ചെയ്തിരിക്കുന്നത്, സാക്കാ റൂളറായ രുദ്രദമൻ. രണ്ടാമത്തത് സ്കന്ദഗുപ്ത. ക്ലിയർ? 4 പോയിന്റ്സും ക്ലിയർ ആയല്ലോ. പണിയിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഗിർനാർ, ഗുജറാത്തിലാണ് ഇത് വരുന്നത്. റിപ്പയർ ചെയ്യേണ്ടി വന്നു 2 പ്രാവശ്യം. മെയിനായിട്ട് രുദ്രദമൻ 1ഉം സ്കന്ദഗുപ്തയുമാണ് ഇത് റിപ്പയർ ചെയ്തത്. കാരണം നമുക്കറിയാം ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വെസ്റ്റേൺ സൈഡായിട്ട് വരും, നോർത്ത് വെസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അവിടെ ഈ അറ്റാക്സിൻ്റെ ഭാഗമായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ ഇൻവേഡ് ചെയ്ത് വരുമ്പോഴേക്കും അവർക്ക് ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുക, ഒരു സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ലേക്ക് നശിപ്പിക്കും. സോ ദാറ്റ് കൃഷി നാശം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ? പഠിച്ചല്ലോ. രണ്ടാമത്തെ ചോദ്യം, ലഠ്മാർ ഹോളി ഇസ് എ ഫെസ്റ്റിവൽ ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഫെസ്റ്റിവൽസിൽ നിന്ന് നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ, അതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയാസ് നിങ്ങൾ അതായത് പഠിക്കാണ്ട് വിട്ടു വെച്ചിരിക്കുന്നതാണെങ്കിൽ അത് തീർച്ചയായിട്ടും പഠിക്കണം. ഫെസ്റ്റിവൽസ്, ഫോക്ക് ഡാൻസ്, ഇതിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലഠ്മാർ ഹോളി ഹോളി എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു വേരിയൻ്റ് ആണ് ലഠ്മാർ ഹോളി എന്ന് പറയുന്നത്. ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ആണോ റീജിയൻ ആണോ എന്ന് നമുക്ക് എക്സാക്ട്ലി അറിഞ്ഞൂടാ. എനിവേസ് ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. UP ആണ് സ്റ്റേറ്റ്, ഉത്തർപ്രദേശ്. ആൻഡ് റീജിയൻ എന്ന് പറയുന്നത് ബേസിക്കലി ബർസാന ആൻഡ് നന്ദഗാവ്, ഇങ്ങനെ 2 റീജിയൻസിലായിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് കൃഷ്ണൻ്റെ സ്ഥലവും ഒന്ന് രാധയുടെ സ്ഥലം എന്നുള്ള രീതിയിലാണ് 2 സ്ഥലങ്ങൾ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബർസാന നന്ദഗാവ് ഉത്തർപ്രദേശിൽ നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇമേജിൽ കാണാം. ഇതാണ് ലഠ്മാർ. ലഠ് എന്ന് വെച്ചാൽ വടിയാണ്. ആ വടിയും കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സാലറി ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ് ഇസ് ഗിവൺ ഇൻ വിച്ച് ആർട്ടിക്കിൾ? സുപ്രീം കോർട്ടിലെ ജഡ്ജിന്റെ സാലറിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 125, ആർട്ടിക്കിൾ 125. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ പൊളിറ്റി സെഷൻസിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 124 തൊട്ട് 147 വരെ, 124 തൊട്ട് 147 വരെ സുപ്രീം കോടതിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അതിൽ 125ൻ്റെ അകത്താണ് സാലറീസിനെ പറ്റി പറയുന്നത്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട്. സാലറീസ് ആണ് അടുത്തത് വരുന്നത് നമ്മുടെ 125ൻ്റെ അകത്ത്. പിന്നെ അത് കഴിഞ്ഞ് 126 അപ്പോയിൻമെൻറ്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. പിന്നെ 129 ഇമ്പോർട്ടൻറ്റ് വൺ മാത്രം അടഞ്ഞിട്ടിരിക്കുന്നത്. 129 സുപ്രീം കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആണെന്ന് പറയുന്നത് 129. സീറ്റ് ഓഫ് സുപ്രീം കോർട്ട് 130.
131ന്റെ അകത്ത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ 131. അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അതിലും വെറൈറ്റീസ്, അതായത് വേരിയേഷൻസ് ഉണ്ട്. അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ അതായത് അപ്പീൽസ് ഫ്രം ദ ഹൈക്കോടതി, അത് വരുന്നത് 132. Appellate jurisdiction of in certain cases, okay, in certain cases appellate jurisdiction of Supreme Court in court cases from High Court in regard to civil matters. അപ്പോൾ ഇത് certain cases, civil matters and അടുത്തത് criminal matters. ഇങ്ങനെ മൂന്നായിട്ട് 132, 133, 134. okay. 137ൽ review of judgment or order by the Supreme Court, review of judgments or orders by the Supreme Court, അതാണ് 137. 138 enlargement of the jurisdiction of the Supreme Court. 141ന്റെ അകത്താണ് law declared by Supreme Court is binding to all courts എന്ന് പറയും. നമ്മൾ പറയല്ലേ, സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ താഴെയുള്ള എല്ലാ കോർട്സിലും ആപ്ലിക്കബിൾ ആയിരിക്കും എന്ന് പറയുന്നത് 141. ആൻഡ് 143 പ്രകാരമാണ് പവർ ഓഫ് ദ പ്രസിഡന്റ് ടു കൺസൾട്ട് ദ സുപ്രീം കോർട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അണ്ടർ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും കോർട്ടിൽ നിന്നാണ്. എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഹൈക്കോടതി എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് ഫസ്റ്റ് ഹൈക്കോടതി ഇന്ത്യയുടേത്? ഹൈക്കോടതി നമുക്കറിയാം എല്ലാ സ്റ്റേറ്റുകളിലുമാണ് ഹൈക്കോടതി വരുന്നത് അല്ലേ. സുപ്രീം കോർട്ട് ഒരെണ്ണമേ ഉള്ളത്, അപെക്സ് കോർട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഹൈക്കോർട്ട്, ഇന്ത്യാസ് ഫസ്റ്റ് ഹൈക്കോർട്ട് എവിടെയാണ്? കൊൽക്കത്ത. ഓക്കെ, കൊൽക്കത്തയിലായിരുന്നു ഫസ്റ്റ് ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1862. 1862 ആക്ച്വലി 3 ഹൈക്കോർട്ട്സ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. കാൽക്കട്ട, ബോംബെ, മെഡ്രാസ്. അപ്പോൾ പക്ഷേ ഫസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽക്കട്ടയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് സഹിതം കൊടുത്തിരിക്കുന്നത്. ജൂലൈ 1 ആണ് കാൽക്കട്ട ഹൈക്കോടതി വരുന്നത്. അത് കഴിഞ്ഞ് വന്നതാണ് നമ്മുടെ ബോംബെ ഹൈക്കോടതിയും മെഡ്രാസ് ഹൈക്കോടതിയും. അത് ഓഗസ്റ്റ് 14th and 15th ആണ് 1862. 1862 ഇയർ ഓർത്ത് വയ്ക്കുക. 1862 ഹൈക്കോർട്ട്സ്, 3 ഹൈക്കോർട്ട്സ്. ഫസ്റ്റ് കാൽക്കട്ട, പിന്നെ ബോംബെ, പിന്നെ മെഡ്രാസ് ആണ്. ഓക്കെ, ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് 1861 പ്രകാരമാണ്. അടുത്ത ചോദ്യം IUPAC നെയിം, കെമിസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ IUPAC നെയിം ഓഫ് ഈ പെർട്ടിക്കുലർ കോമ്പൗണ്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CH3 CH2 CO, 2 CH2 ഉണ്ട്. CH3 CH2 CH2 COOH. ഇതിൻ്റെ IUPAC നെയിം എന്താണ്? ഇറ്റ് ഈസ് ബ്യൂട്ടനോയിക് ആസിഡ്. എന്താണ്? ബ്യൂട്ടനോയിക് ആസിഡ്. CH3 CH2 CH2 COOH is ബ്യൂട്ടനോയിക് ആസിഡ്. റൂട്ട് എന്താണ്? ബ്യൂട്ടാണ്. പ്രിഫിക്സ് AN വരുന്നു കാരണം സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, ദ നെയിം ഓൾസോ ഇൻഡിക്കേറ്റ് ദ കോമ്പൗണ്ട് ഹാസ് 4 carbon atoms. When did the transfer of power to British Crown happen? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോവുകയും അത് പവേഴ്സ് എല്ലാം ബ്രിട്ടീഷ് ക്രൗണിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരമാണ് അല്ലേ. 1857 റിവോൾട്ടിന് ശേഷം ഇനിയിപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഇങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കുന്നു. പകരം നേരെ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ അണ്ടർ പോവുകയാണ് നമ്മൾ. അപ്പോൾ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 കമ്പനി റൂൾ എൻഡഡ്. Control was transferred to the British Crown. Minister of the British government called Secretary of State for India അല്ലേ. അവരുടെ പാർലമെൻറ്റിൽ ഒരു മിനിസ്റ്റർ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു മിനിസ്റ്ററിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ആ വ്യക്തിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ഇനി ആ വ്യക്തി അവിടെയാണ് അല്ല, ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ആ വ്യക്തിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യയിലേക്ക് വരുന്നു. അതാണ് വൈസ്രോയ്. ഓക്കെ, ആരാണ്? വൈസ്രോയ്. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇരുന്നിരുന്ന ആ വ്യക്തിയെ തന്നെ പിടിച്ച് വൈസ്രോയ് ആക്കുകയാണ്. സോ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ബിക്കംസ് ദ വൈസ്രോയ്. അങ്ങനെ ആദ്യത്തെ വൈസ്രോയ് ആയത് ആരാണ്? ലോർഡ് കാനിങ് ആണ്. അദ്ദേഹം ഗവർണർ ജനറൽ ആയിരുന്നു ഈ സമയത്ത്. അപ്പോൾ വൈസ്രോയ് എന്ന് പദവിയിലോട്ട് മാറ്റുന്നു. ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, സബ്സിഡിയറി അലയൻസ് ഇതെല്ലാം പിൻവലിക്കുന്നു. കാരണം ഇതൊക്കെയായിരുന്നു മെയിൻ റീസൺസ്. 1857 റിവോൾട്ടിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആയിരുന്നു ഡോക്ട്രൈൻ ഓഫ് ലാപ്സും സബ്സിഡിയറി അലയൻസും അല്ലേ. വെല്ലസ്ലിയുടേതാണ് സബ്സിഡിയറി അലയൻസ്. ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ആരുടേതായിരുന്നു? ഡൽഹൌസിയുടേതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ബിഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? സ്വാമി സഹജാനന്ദ് സരസ്വതി. സ്വാമി സഹജാനന്ദ് സരസ്വതി 1929 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. BPKS
ബീഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭ. ഒബ്വിയസ്ലി കൃഷിക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ഇത്. ഐഡിയ വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ഇൻ 1929 അറ്റ് എ മീറ്റിംഗ് that was held in Sonepur Mela in the Saran district of Bihar. It is എന്തിനായിരുന്നു? Grievance of peasants against the attack of zamindars. Next question. ഫസ്റ്റ് RBI ഗവർണർ. ഫുൾ ക്വസ്റ്റ്യൻ ഒന്നും വായിച്ച സമയം കളയുന്നില്ല കേട്ടോ, വേണ്ടവർക്ക് പോസ് ചെയ്ത് വെച്ചൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സമയമില്ല. സോ ഫസ്റ്റ് RBI ഗവർണർ ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ RBI ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ് കേട്ടോ. സർ ഓസ്ബോൺ സ്മിത്ത് ആണ് ഫസ്റ്റ് ഗവർണർ ഓഫ് ഇന്ത്യ. ഓക്കെ, എന്താണ് ഈ RBI? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആൻഡ് റെഗുലേറ്ററി ബോഡി റെസ്പോൺസിബിൾ ഫോർ റെഗുലേഷൻ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. കംപ്ലീറ്റ് ഇന്ത്യൻ ബാങ്ക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എപ്പോഴാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1935. ഫസ്റ്റ് ഏപ്രിൽ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നത് ബൈ RBI ആക്ട് 1934. ഓക്കെ, ഇതിപ്പോൾ എവിടെയായിരിക്കുന്നത്? ഇതിൻ്റെ ഓഫീസ് എവിടെയാണ്? RBIൻ്റെ മുംബൈയിലാണ്. എന്നാൽ നേരത്തെ എവിടെയായിരുന്നു? കോൽക്കത്തയിലായിരുന്നു കേട്ടോ, കോൽക്കത്തയിലായിരുന്നു. പിന്നെ ബോംബെയിലോട്ട് മാറ്റുകയായിരുന്നു. ലൈക്ക് നമ്മുടെ ക്യാപിറ്റൽ പണ്ട് ബോംബെ ആയിരുന്നല്ലോ, പിന്നെയല്ലേ കാൽക്കട്ടയിലോട്ട് പിന്നെ നമ്മുടെ പണ്ട് നമ്മുടെ ക്യാപിറ്റൽ കാൽക്കട്ടയായിരുന്നു, അവിടെ നിന്ന് ഡൽഹിയിലോട്ട് മാറ്റി. ഇത് കാൽക്കട്ടയിലായിരുന്നു, അവിടെ നിന്ന് മുംബൈയിലോട്ട് മാറ്റി. ഓക്കെ, ഇപ്പോഴത്തെ ഗവർണർ ശ്രീ ശക്തികാന്ത് ദാസ് ആണ്. ബ്ലാക്ക് സോയിൽ ഇസ് ഫൗണ്ട് ഇൻ വിച്ച് പ്ലാറ്റു? കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ടൈപ്പ് ഓഫ് പ്ലാറ്റുവിലാണ് നമുക്ക് ബ്ലാക്ക് സോയിൽ കാണാൻ പറ്റുന്നത്? ബ്ലാക്ക് സോയിലിനെ തന്നെയാണ് നമ്മൾ റിഗർ സോയിൽ എന്ന് പറയും, കോട്ടൺ സോയിൽ എന്ന് പറയും. കാരണം കോട്ടൺ കൃഷിക്ക് വേണ്ടി പറ്റിയ സോയിലാണ് ബ്ലാക്ക് സോയിൽ. ഇതെവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഡെക്കൻ പ്ലാറ്റുവിലാണ്. എവിടെയാണ്? ഡെക്കൻ പ്ലാറ്റു. വൺ ഓഫ് ദ ഡിസ്റ്റിങ്ക്ട് ഫീച്ചേഴ്സ് ഓഫ് ദ പെനിൻസുലാർ പ്ലാറ്റു ഇസ് ദ ബ്ലാക്ക് സോയിൽ ഏരിയ നോൺ ആസ് ഡെക്കൻ ട്രാപ്പ്. ഇറ്റ് ഈസ് വോൾക്കാനിക് ഒറിജിൻ ആണ് അതിന്, അതാണ് അത് കറുത്തിരിക്കുന്നത്, അങ്ങനെ ഇരിക്കുന്നത്. ഇഗ്നിയസ് റോക്സും കൊണ്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇഗ്നിയസ് റോക്സ് പൊടിഞ്ഞിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സബ്സിഡിയറി അലയൻസിൽ നിന്നൊരു ചോദ്യമാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ആൻസർ അല്ലേ. സബ്സിഡിയറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് വെല്ലസ്ലി ആയിരുന്നു അല്ലേ. ലോർഡ് വെല്ലസ്ലിയുടെ പോളിസി ആയിരുന്നു ഈ സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത്. എന്താണ് സബ്സിഡിയറി അലയൻസ് എന്ന് എല്ലാവർക്കും അറിയാമോ? ബേസിക്കലി എന്താണ്? ഇപ്പോൾ സപ്പോസ് ഞാനൊരു റൂളറാണ്, എനിക്ക് എൻ്റെ അപ്പുറത്തെ അയൽ രാജ്യം എന്നെ അറ്റാക്ക് ചെയ്യുമെന്നൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരെ ചെന്ന് കണ്ട് സംസാരിച്ച് അവർക്കൊരു ട്രീറ്റി നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. അതാണ് ഈ സബ്സിഡിയറി അലയൻസ്. അപ്പോൾ അതെന്താ സംഭവിക്കുക? അവരുടെ ആർമിയുടെ ഒരു പോർഷൻ എൻ്റെ ടെറിട്ടറിയിലേക്ക് വെക്കും. എൻ്റെ ആർമി ഞാൻ ഡിസോൾവ് ചെയ്ത് വിടണം. ഓക്കെ, എനിക്ക് ആർമി വെക്കാൻ പറ്റില്ല. ഇനി ആർമി ബ്രിട്ടീഷുകാരുടെ ആർമിയാണ് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരുടെ ആർമി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വേണം ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ. പിന്നെ ഈ ആർമി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരു റെസിഡൻറ്റും ഉണ്ടാവും എൻ്റെ ഈ കിങ്ഡമിൻ്റെ അകത്ത്. പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ എൻ്റെ ആർമിയൊക്കെ ഡിസോൾവ് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ അടുത്ത് സഹായം ചോദിച്ചു, അവരവരുടെ ആർമി അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് യുദ്ധം ഉണ്ടെങ്കിൽ ഇവർ വേണം കാര്യങ്ങൾ നോക്കാനായിട്ട്. പക്ഷേ ഇനി ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഒരു അയൽരാജ്യമായിട്ട് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ കണക്ഷൻസ് സ്ഥാപിക്കുക എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബ്രിട്ടീഷുകാരുടെ പെർമിഷൻ വേണം. അപ്പോൾ ബേസിക്കലി ഞാൻ എൻ്റെ ഇൻഡിപെൻഡൻസ് ആണ് എഴുതി കൊടുക്കുന്നതാണ് സബ്സിഡിയറി അലയൻസ്. ഇൻഡയറക്റ്റ് ആയിട്ട് അവർ സഹായിക്കുന്നു എന്നുള്ള രീതിയിൽ വന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസ് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അതാണ് സബ്സിഡിയറി അലയൻസ്. ലോർഡ് വെല്ലസ്ലി ആണ് കേട്ടോ, ലോർഡ് വെല്ലസ്ലി. ഓക്കെ, സോ അത് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഞാൻ ഫുൾ പറഞ്ഞ സമയം കളയുന്നില്ല. ആദ്യമായി സബ്സിഡിയറി അലയൻസ് സൈൻ ചെയ്തത് ആരായിരുന്നു എന്നറിയാമോ? നിസാം ഓഫ് ഹൈദരാബാദ്. 1798. രണ്ടാമത് നമ്മുടെ മൈസൂർ സ്റ്റേറ്റ്. ഓക്കെ, മൈസൂർ ആയിരുന്നു 1799. സോ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റെ കൂടെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഹൂ വൺ ദ ഫസ്റ്റ് മെൻസ് ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പ്? ഫസ്റ്റ് മെൻസ് ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ആരാണ് വിൻ ചെയ്തത്? ഇന്ത്യയാണ് കേട്ടോ. 2011 ആദ്യത്തെ എഡിഷൻ നടന്നത് ചൈനയിലാണ് കേട്ടോ. ഫസ്റ്റ് എഡിഷൻ 2011. എവിടെ വെച്ചായിരുന്നു? ചൈനയിൽ വെച്ചിട്ടായിരുന്നു. ആരാണ് ജയിച്ചത്? ഇന്ത്യയാണ് ജയിച്ചത്. ഓക്കെ, സോ ഫസ്റ്റ് എഡിഷൻ 2011 ചൈന. ഇന്ത്യ എമേർജ് ദ ചാമ്പ്യൻ ഡിഫീറ്റിംഗ് പാകിസ്ഥാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ. ഇന്ത്യ ഉണ്ട്, ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്. ചൈനയിൽ വെച്ച് നടക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഫൈനൽസ്. പാകിസ്ഥാനെ തോൽപ്പിച്ചു. ഓക്കെ, സോ ഇന്ത്യ ഈസ് ദ ഡിഫെൻഡിങ് ചാമ്പ്യൻ ഓൾസോ. ലാസ്റ്റ് മാച്ച് നടന്നിരിക്കുന്നത്, അതായത് ഈ മെൻസ് ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പ് 2023 നടന്നപ്പോഴും ഇന്ത്യ തന്നെയാണ് അതിൻ്റെ ചാമ്പ്യൻസ് ആയത്, മലേഷ്യയെ പരാജയപ്പെടുത്തിയിട്ട്. വെൻ വാസ് ഖോഖോ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഒളിമ്പിക്സ്? ഒളിമ്പിക്സിൽ ഖോഖോ കളിച്ചത് എപ്പോഴായിരുന്നു?
1936 ബെർലിനിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. 1936 ബെർലിനിലാണ് ഖോഖോ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ കളിക്കുന്നത്. ഇനി ഖോഖോനെ പറ്റി ചോദിക്കാറുണ്ട്. ഖോഖോൻ്റെ റൂൾ ബുക്ക് എഴുതിയത് ആരാണ്? നമ്മൾ ആരും പ്രതീക്ഷിക്കത്തില്ല, ബാലഗംഗാധർ തിലക്കാണ്. ഓക്കെ, ബാലഗംഗാധർ തിലക്കാണ് ഖോഖോൻ്റെ റൂൾസ് എഴുതിയിരിക്കുന്നത്. ഖോഖോ വാസ് ഡെമോൺസ്ട്രേറ്റഡ് അറ്റ് ദ 1936 ബെർലിൻ ഒളിമ്പിക്സ് അലോങ്സൈഡ് ട്രഡീഷണൽ ഇന്ത്യൻ ഗെയിംസ്. പിന്നെ ഇതിപ്പോൾ സൗത്ത് ഏഷ്യൻ ഗെയിംസിൻ്റെ ഒരു മെഡൽ സ്പോർട്ടായിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, പ്ലേഡ് ഇൻ 2016, ആദ്യമായി കളിച്ചത് 2016. സോ റൂൾ ബുക്ക് ബാലഗംഗാധർ തിലക്. ഒളിമ്പിക്സിൽ ആദ്യമായി കളിച്ചത് 1936 ബെർലിൻ ഒളിമ്പിക്സിൽ. പിന്നെ സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത് 2016. വാട്ട് ആർ ദ ലോക്കൽ വിൻഡ്സ് ഇൻ നോർത്ത് ഇന്ത്യ ഡ്യൂറിങ് സമ്മർ കോൾ? നോർത്ത് ഇന്ത്യയിൽ വളരെ ചൂടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് പേര് അതിൽ ഈ പറഞ്ഞ പോലെ പല പല അസുഖങ്ങൾ വരും, ചിലർ മരിച്ചു പോകും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് കാറ്റുണ്ട് നോർത്ത് ഇന്ത്യയിൽ ചൂട് സമയത്ത്, മെയ് ജൂൺ സമയത്ത്. അതിനെ പറയുന്ന പേരെന്താണ്? ലൂ എന്നാണ് കേട്ടോ പറയുന്നത്. ലൂ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിൻഡ് ബ്ലോയിങ് ഇൻ ദ നോർത്തേൺ പ്ലെയിൻസ്, നോർത്തേൺ റീജിയൻ, നോർത്ത് വെസ്റ്റ് റീജിയൻ എന്നൊക്കെ പറയാം. സോ ഇറ്റ് ഈസ് സ്ട്രോങ് ആൻഡ് ഡ്രൈ സമ്മർ വിൻഡ് ഫ്രം ദ വെസ്റ്റ് വിച്ച് ബ്ലോസ് ഓവർ ദ വെസ്റ്റേൺ ഇൻഡോ-ഗാങ്റ്റിക് പ്ലെയിൻസ് ഓഫ് നോർത്ത് ആൻഡ് പാകിസ്ഥാൻ. ഇറ്റ് ഈസ് എസ്പെഷ്യലി സ്ട്രോങ് ഇൻ ദ മന്ത്സ് ഓഫ് മെയ് ആൻഡ് ജൂൺ. ഓക്കെ, ചില സമയത്ത് ഇത് ഏത് റീജിയനിലാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നോർത്ത് വെസ്റ്റ് റീജിയനിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് റംസാർ സൈറ്റ്സിൽ നിന്നൊരു ചോദ്യം. സ്മോളസ്റ്റ് റംസാർ സൈറ്റ് ഏതാണ്? സ്മോളസ്റ്റ് റംസാർ സൈറ്റ് റേണുക്കയാണ് കേട്ടോ. റേണുക്ക വെറ്റ്ലാൻഡ്. റേണുക്ക എന്ന് പറഞ്ഞൊരു കുട്ടിയെ എങ്ങനെ ഇമാജിൻ ചെയ്തത്, ഒരു ചെറിയ കുട്ടി. അപ്പോൾ ചെറിയ സൈറ്റാണ് റേണുക്ക വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് റംസാർ സൈറ്റ് ഏതായിരുന്നു? ചിൽക്ക ലേക്കാണ് കേട്ടോ. ചിൽക്ക ലേക്ക് ഒഡീഷയിലെയും പിന്നെ കിയോലാദിയോ നാഷണൽ പാർക്ക് രാജസ്ഥാൻ. ഓക്കെ, സോ ചിൽക്ക ലേക്ക് ഒഡീഷ ആൻഡ് കിയോലാഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാനാണ് ആദ്യത്തെ റംസാർ സൈറ്റുകൾ. ലാർജസ്റ്റ് റംസാർ സൈറ്റ് ഇന്ത്യയിൽ സുന്ദർബൻസ് ആണ്, വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ആണ്. പിന്നെ സ്മോളസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റേണുക്ക വെറ്റ്ലാൻഡ്സ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ്. ആൻഡ് സ്റ്റേറ്റ് വിത്ത് മാക്സിമം നമ്പർ ഓഫ് റംസാർ സൈറ്റ്സ്, തമിഴ്നാടിന് 14 എണ്ണം വന്നു, ഉത്തർപ്രദേശിന് 10 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ റംസാർ സൈറ്റ്സിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. തണ്ണീർത്തടങ്ങൾ, അതാണ് ഈ റംസാർ സൈറ്റുകൾ. അതിൻ്റെ റംസാറിൽ വെച്ചിട്ടാണ് അത് ആദ്യമായിട്ട് അതിൻ്റെ ആ ഒരു കൺവെൻഷൻ നടന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെയധികം എൻവയൺമെൻറ്റൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ വെറ്റ്ലാൻഡ്സ്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് ഈ റംസാർ സൈറ്റ്സ് എന്ന് നമ്മളതിൻ്റെ പേര് കൊടുത്ത് ചില പ്രത്യേകതകൾ ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ആസ് പെർ 2011 സെൻസസ്, ഈ ഒരു എക്സാമിന് പോലും ഇല്ലാത്ത, അതായത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കത്തില്ല സെൻസസിൽ നിന്നൊരു ചോദ്യം അല്ലേ. ഇപ്പോഴും 2011 സെൻസസ് ആണല്ലോ നമ്മുടെ ലേറ്റസ്റ്റ് സെൻസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അതിൽ നിന്ന് ധാരാളം വരാറുണ്ട്. നമ്മുടെ യൂട്യൂബിൽ തന്നെ സെൻസസിനെ പറ്റിയ ഒരു സെഷനും ഉണ്ട്. പ്ലീസ് അത് കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ 2011 സെൻസസ് പ്രകാരം ഹയസ്റ്റ് വിമൻ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഹയസ്റ്റ് വിമൻ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഉള്ളത് ഹിമാചൽ പ്രദേശിനാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിന് 15ാമത്തെ സെൻസസ് ആയിരുന്നു. അതായത് നമ്മൾ ആദ്യം മുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15ാമത്തെ സെൻസസ് ആയിരുന്നു. ഇൻഡിപെൻഡൻസിന് ശേഷമാണെങ്കിൽ 7ാമത്തെ സെൻസസ്. ആരായിരുന്നു ഈ സമയത്ത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ? സി ചന്ദ്രമൗലി ആയിരുന്നു. ആൻഡ് സ്ലോഗൻ ആ സെൻസസ് ആർ ഫ്യൂച്ചർ എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻസസിനെ പറ്റി ജസ്റ്റ് ഒരു ക്വിക്ക് റീക്യാപ്പ് നടത്തിയാലോ? വേഗം നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ 1.21 ബില്യൺ ആണ് ആസ് പെർ ദ സെൻസസ്. അത് കഴിഞ്ഞ് പിന്നെ കൂടി നമുക്ക് അല്ലേ. ഡെക്കേഡൽ ഗ്രോത്ത് എന്ന് വെച്ചാൽ 10 വർഷം കൂടുമ്പോഴാണല്ലോ സെൻസസ്. 10 വർഷത്തിനാണ്, ആ ഒരു ടൈം പീരീഡിനാണ് നമ്മൾ ഡെക്കേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെക്കേഡിൽ എത്ര ഗ്രോത്ത് ഉണ്ടായെന്ന് ചോദിച്ചാൽ 17.7% ആണ് പോപ്പുലേഷൻ കൂടിയിരിക്കുന്നത്. ആൻഡ് ഇയർ ഓഫ് ഡിവൈഡ് എന്നറിയപ്പെടുന്നത് 1921 ആണ്. കാരണം ഈ ഒരു പർട്ടിക്കുലർ വർഷം മാത്രമാണ് നമ്മുടെ പോപ്പുലേഷൻ ഒന്ന് കുറഞ്ഞിരിക്കുന്നത്. സാധാരണ കൂടിയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഒരു കുറഞ്ഞ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1921 ലാർജസ്റ്റ് ഡെക്കേഡൽ ഗ്രോത്ത്, അതായത് കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും അധികം പോപ്പുലേഷൻ കൂടിയതായി കണ്ടിരിക്കുന്നത് സിക്കിമിലാണ്. ഇനി ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോപ്പുലേഷൻ സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറിയിലും നമ്മൾ അറിഞ്ഞിരിക്കുക. സ്റ്റേറ്റിലെ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ളത് ഉത്തർപ്രദേശാണ്, ഏറ്റവും കുറവ് സിക്കിമാണ്. ഓക്കെ, ഉത്തർപ്രദേശ് അപ്പോൾ അപ്പിലാണ് ഇരിക്കുന്നത്, ഏറ്റവും ടോപ്പിലാണ്. നമ്മൾ ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലിരിക്കുന്നത് ഉത്തർപ്രദേശാണ്. സിക്കാണ്. ആൾക്കാരൊക്കെ സിക്കായാലും വയ്യാണ്ടിരിക്കുന്നതുകൊണ്ടൊക്കെ പോപ്പുലേഷൻ കുറഞ്ഞു പോയി, അങ്ങനെ ഓർത്താൽ മതി. ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോപ്പുലേഷൻ യൂണിയൻ ടെറിട്ടറി പിന്നെ ഒബ്വിയസ്ലി നമുക്കറിയാം ക്യാപിറ്റലിലായിരിക്കുമല്ലോ ഒരുപാട് പേരുണ്ടാവുന്നത്. അപ്പോൾ ഡൽഹിയാണ് കൂടുതൽ, കുറവ് ലക്ഷദ്വീപിലാണ്. ഓക്കെ,
പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്ര പേര് താമസിക്കുന്നു അതാണ്. മറ്റത് ഒരു സ്റ്റേറ്റിൽ മൊത്തത്തിൽ എത്ര പേരാണെന്നാണ്. അപ്പോൾ 100 പേര് ഒരു ചെറിയ സ്ഥലത്ത് താമസിക്കുന്നതും 100 പേര് ഒരു വലിയ സ്ഥലത്ത് താമസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഫിക്സ്ഡ് ഏരിയക്കകത്ത് എത്ര പേര് തിങ്ങിക്കൂടി താമസിക്കുന്നു, അതാണ് ഡെൻസിറ്റി കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് 382 people per square kilometer. ഹയസ്റ്റ് വരുന്നത് ബീഹാറിലാണ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി, ലോവസ്റ്റ് അരുണാചൽ പ്രദേശിലാണ്. യൂണിയൻ ടെറിട്ടറീസിൽ ഹയസ്റ്റ് വീണ്ടും ഡൽഹി തന്നെയാണ്. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയും രണ്ടും ഡൽഹിയുടെയാണ്. പോപ്പുലേഷൻ കുറവ് ലക്ഷദ്വീപിൻ്റെയും, ഡെൻസിറ്റി കുറവ് ആൻഡമാൻ നിക്കോബാറുമാണ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേഷ്യോ 2.5 നിന്ന് 2.2 പോയിരിക്കുകയാണ്. നെക്സ്റ്റ് സെക്സ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, ഫോർ എവറി 1000 മെയിൽസ് എത്ര ഫീമെയിൽസ് ഉണ്ട്, അതാണ് സെക്സ് റേഷ്യോ. അപ്പോൾ ഇന്ത്യയിൽ 943 ഫീമെയിൽസ് ആണ് ഫോർ എവറി 1000 മെയിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ കുറവാണ് സ്ത്രീകളുടെ എണ്ണം. ഇതിൽ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വരുന്നത് സെക്സ് റേഷ്യോ, ഹയസ്റ്റ് വരുന്നത് കേരളത്തിലാണ്. സെക്സ് റേഷ്യോ, ലിറ്ററസി റേറ്റ് ഇതെല്ലാം ഹയസ്റ്റ് കേരളത്തിലാണ്, ലോവസ്റ്റ് ഹരിയാനയാണ്. യൂണിയൻ ടെറിട്ടറീസിൽ ഹയസ്റ്റ് പുതുച്ചേരിയാണ്, ലോവസ്റ്റ് ഡാമൻ ആൻഡ് ഡ്യൂ. ലിറ്ററസി റേറ്റിൽ ചോദിക്കാം ഏത് ഏജ് മുതലുള്ളതാണ് നമ്മൾ നോക്കുന്നതെന്ന്. അപ്പോൾ 7 years and above ആണ് നമ്മൾ നോക്കുന്നത്, ലിറ്ററേറ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ 74.04 ആണ് ടോട്ടൽ കേട്ടോ. അതിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യത്യാസം ഉണ്ടാവും. സ്ത്രീകളുടെ ഇത് 65.46 ഉള്ളൂ, പുരുഷന്മാരുടെ 82.14 ആണ്. ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ്, ഹയസ്റ്റ് നമ്മൾ പറഞ്ഞു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, കുറവ് വരുന്നത് ബീഹാറിലാണ്. ഓക്കെ, തിങ്ങിക്കൂടി ആൾക്കാരൊക്കെ താമസിക്കുകയാണ്, പഠിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ബീഹാറിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലും ലിറ്ററസി റേറ്റ് കുറവും. ആൻഡ് യൂണിയൻ ടെറിട്ടറീസിൽ ഏറ്റവും കൂടുതൽ ലക്ഷദ്വീപിലാണ് ലിറ്ററസി റേറ്റ്, ആൻഡ് ലോവസ്റ്റ് വരുന്നത് ദാദ്ര നഗർ ഹവേലി. അടുത്ത ചോദ്യം, ഫസ്റ്റ് മാച്ച് ഓഫ് വിമൻസ് പ്രീമിയർ ലീഗ് 2023 വാസ് ഹെൽഡ് ഇൻ. വിമൻസ് പ്രീമിയർ ലീഗ് 2023 അതായിരുന്നു നമ്മുടെ ആദ്യത്തെ കേട്ടോ, ഇനോഗ്രൽ മാച്ചാണിത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മാച്ച് നടന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, മുംബൈയിലാണ് നടന്നത്. സോ ഫസ്റ്റ് മാച്ച് ഓഫ് 2023 വിമൻ പ്രീമിയർ ലീഗ് വാസ് പ്ലേഡ് ഇൻ DY പട്ടേൽ സ്റ്റേഡിയം, നവി മുംബൈയിലാണ്, ബിറ്റ്വീൻ ഗുജറാത്ത് ജയൻസ് ആൻഡ് മുംബൈ ഇന്ത്യൻസ്. ഈ കംപ്ലീറ്റ് പ്രീമിയർ ലീഗിൻ്റെ വിന്നേഴ്സ് ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 2023 മുംബൈ ഇന്ത്യൻസും 2024 ചാമ്പ്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായിരുന്നു. ഓക്കെ, ഫസ്റ്റ് മാച്ചാണ്, ആദ്യമായിട്ട് നടത്തുന്നതാണ് 2023. ആദ്യമായി നടത്തുന്നത്, അത് ഫസ്റ്റ് സീസണാണ്. ഫസ്റ്റ് സീസണിൻ്റെ ഫസ്റ്റ് മാച്ച് മുംബൈയിൽ വെച്ച് നടക്കുന്നു. മുംബൈ ഇന്ത്യൻസ് ആണ് ആ കംപ്ലീറ്റ് സീസണിൻ്റെ വിന്നേഴ്സ്. 2024 സീസൺ വിന്നേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ്. ഹൂ വാസ് അവാർഡഡ് ലതാ മങ്കേഷ്കർ അവാർഡ് 2020 ലതാ മങ്കേഷ്കർ അവാർഡ്, മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ലതാ മങ്കേഷ്കർ അവാർഡ് നൽകിയത് ആനന്ദ് മിലിന്ദിനാണ്. 2021 കുമാർ സാനു. വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എൻവയൺമെൻറ്റ് കോൾഡ്? എൻവയൺമെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇക്കോസിസ്റ്റം ആണ്. ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് എല്ലാം ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എല്ലാം വരുന്നുണ്ട്, ആൻഡ് അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ അല്ലേ. ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു എക്വാറിയം എടുത്താലും അതൊരു ഇക്കോസിസ്റ്റമാണ്. മീനുകൾ, മറ്റുള്ള ജീവികൾ, പ്ലസ് അതിൻ്റെ അകത്തുള്ള ഈ പറഞ്ഞ പോലെ വെള്ളം, പാറകൾ, നമ്മൾ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് എല്ലാം അതിൻ്റെ അകത്ത് വരും. അപ്പോൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ് ടുഗെദർ, ആൻഡ് അതെങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, അതാണ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ബയോട്ടിക് കോമ്പണൻസും ഉണ്ട്, എബയോട്ടിക് കോമ്പണൻസും ഉണ്ട്. അത് ഞാൻ മെൻഷൻ ചെയ്യാൻ കാരണം ചിലപ്പോൾ ചോദിക്കും ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു ബയോട്ടിക് കോമ്പണൻറ്റ്. അപ്പോൾ ബയോട്ടിക് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലിവിങ് തിങ്സിനെ, ബയോ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ലിവിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിനാണ് നമ്മൾ ബയോട്ടിക് എന്ന് പറയുന്നത്, നോൺ ലിവിങ് തിങ്സ് ആണ് എബയോട്ടിക്. ഓക്കെ, stamp released by Mrs. Indira Gandhi to signify the achievements of Green Revolution was entitled as dash. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഗോതമ്പിൻ്റെയൊക്കെ പിക്ചറുള്ളൊരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിന് മുന്നേയും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടൊരു ചോദ്യമാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാമ്പ് ഗ്രീൻ റെവല്യൂഷൻ്റെ സക്സസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധിജി റിലീസ് ചെയ്തൊരു സ്റ്റാമ്പാണ് 1968. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ടൈറ്റിൽ വാസ് വീറ്റ് റെവല്യൂഷൻ എന്നാണ്, വീറ്റ് റെവല്യൂഷൻ. സോ ആരുടെ സമയത്തായിരുന്നു? ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു. ഗ്രീൻ റെവല്യൂഷൻ്റെ ഇംപ്രസീവ് സ്ട്രൈഡ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ജൂലൈ 1968 റിലീസ് ചെയ്തതാണ് ഈ ഒരു സ്റ്റാമ്പ്. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ആരാണ്? MS സ്വാമിനാഥനാണ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് DPSP? അപ്പോൾ DPSP പറ്റി കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കൊടുത്തിരുന്ന ശരി പോയിന്റ് ഇതായിരുന്നു, DPSP നോൺ ജസ്റ്റീസിയബിൾ ആണ് അല്ലേ. DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് നോൺ ജസ്റ്റീസിയബിൾ ആണ് എന്നുള്ള പോയിന്റ് ആയിരുന്നു അവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം DPSPയെ പറ്റി. DPSP വരുന്ന ഏത് പാർട്ടിലാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 4ാമത്തെ പാർട്ടിലാണ് അല്ലേ. പാർട്ട് 4A അല്ല കേട്ടോ, പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. പാർട്ട് 4 ആണ് DPSP വരുന്നത്, 36 തൊട്ട് 51 വരെയുള്ള ആർട്ടിക്കിൾസ്. ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് കൺട്രിയിൽ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ഇതെന്താണ്? DPSP എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് സ്റ്റേറ്റ് പോളിസി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രിൻസിപ്പിൾസിനെ പറ്റി നമുക്ക് പറഞ്ഞു തരികയാണ്. സോ ദീസ് ആർ ഡയറക്ഷൻസ് ഗിവൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ദ സ്റ്റേറ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ഓക്കെ, അപ്പോൾ ആ പേരിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നും ഇതിനെ വിളിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഇത് എന്തിനെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാം. നോവൽ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, DPSP ആണ്. ചെക്ക് പേയബിൾ ബൈ ദ ബാങ്ക് അറ്റ് ഇറ്റ്സ് കൺവീനിയൻസ് എന്ന് വിളിച്ചത് KT ഷായ് ആണ്. DPSP നോൺ എൻഫോഴ്സിബിൾ ആണ്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം സജഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഫോർ ഫാദേഴ്സ്. സോ നോൺ എൻഫോഴ്സിബിളും നോൺ ജസ്റ്റിസിയബിളുമാണ്. സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് ആണ് ഇത് കൂടുതലും വരുന്നത്. കനോട്ട് ബി സസ്പെൻഡഡ് അണ്ടർ എനി കണ്ടീഷൻ. വാട്ട് ഈസ് ദ റൂട്ട് ലെങ്ത് ഓഫ് ഇന്ത്യൻ റെയിൽവേ? ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ലെങ്ത് എത്രയാണെന്നാണ്? 67,956 കിലോമീറ്റേഴ്സ് ആണ്. ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ബോംബെ ടു ഥാനെ ആയിരുന്നു 1853. എല്ലാവർക്കും അറിയാലോ, ഫസ്റ്റ് ബോംബെ ടു ഥാനെ ആയിരുന്നു 1853. ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഏതാണ്? ഇപ്പം നമ്മുടെ വന്ദേ ഭാരത് ആണ്. അതിൻ്റെ ഫാസ്റ്റസ്റ്റ് വണ്ണിൻ്റെ സ്പീഡ് 180 km/h ആണ്. ലോങ്ങസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ വിവേക് എക്സ്പ്രസ് ആണ്. അസാമിലെ ഡിബ്രുഗഡ് മുതൽ കന്യാകുമാരി വരെ പോകുന്ന വിവേക് എക്സ്പ്രസ് ആണ് ലോങ്ങസ്റ്റ് ട്രെയിൻ. ആൻഡ് ടോളസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ഏതാ? ഇന്ത്യയുടെ ടോളസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ചെനാബ് ബ്രിഡ്ജാണ്, ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ബക്കൽ ആൻഡ് കൗരി ഇൻ ജമ്മു കാശ്മീർ. നെക്സ്റ്റ് വീണ്ടും IUPAC നെയിമാണ്. IUPAC നെയിം ഓഫ് ടെട്രാ ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ടെട്രാ ബ്യൂട്ടൈൽ ആൽക്കഹോൾ 2-methyl 2-propanol എന്നാണ് ഇതിൻ്റെ IUPAC നെയിം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട്. നമ്മളൊരു ഡേയിൻ്റെ എല്ലാം ഷിഫ്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഡിഡ് ചിറ്റഗോങ് ആർമറി റെയ്ഡ് ടുക്ക് പ്ലേസ്? ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടന്നത് എപ്പോഴാണ്? 1930-ലാണ്. ആരുടെ നേതൃത്വത്തിലാണ് ചോദിച്ചിരുന്നതെങ്കിൽ സൂര്യ സേനിൻ്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, അപ്പോൾ എക്സാക്ട് ക്വസ്റ്റ്യൻ നമുക്ക് അറിഞ്ഞൂടാ. ചിത്തഗോങ് ആർമറിയുടെ ഇയർ ആണോ ചോദിച്ചത് അതോ ആരാണ് നടത്തിയതാണോ എന്ന് അറിഞ്ഞൂടാ. സോ എനിവേ സൂര്യ സേൻ ആൻഡ് ഇയർ 1930. ഇത് ആക്ച്വലി ഒരു റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൂര്യ സെയിൻ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് അനുശീലൻ സമിതി. ഏതാണ്? അനുശീലൻ സമിതിയുടെ മെമ്പേഴ്സ് 1930-ൽ ക്രിയേറ്റഡ് ദ Indian Republican Army with the aim to liberate the city of Chittagong and Bengal Presidency from British rule. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇങ്ങനെ ഒരു റെയ്ഡൊക്കെ നടത്തിയത് 1930-ൽ. ആൻഡ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തൂക്കിക്കൊല്ലുകയും ചെയ്തു. 12th January 1934 he was hanged in Chittagong jail. Who was the finance minister of Akbar? അക്ബറിൻ്റെ നവരത്നാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ജപ്തി സിസ്റ്റം ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ്. ആരാണിത്? തൊഡാർമൽ. ഓക്കെ, രാജ തൊഡാർമൽ. സോ അക്ബർസ് റവന്യൂ മിനിസ്റ്റർ തൊഡാർമൽ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണിത്. ജപ്തി സിസ്റ്റമാണ് കേട്ടോ, ജപ്തി. ഓക്കെ, സോ ഇത് പ്രകാരം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ he carried out a careful survey of crop yield, price and area cultivated for 10 years. 10 വർഷത്തേക്ക് അദ്ദേഹം സ്റ്റഡി നടത്തി. ഓക്കെ, നമ്മൾ ഇന്നിപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം അന്ന് കാലത്ത് 1570 to 1580 വരെയുള്ള പഠനം നടത്തി. ക്രോപ്പ് yieldഡ്, പ്രൈസ്, ഏരിയ, എത്ര ഏരിയയിലാണ് കൾട്ടിവേഷൻ നടക്കുന്നത്, ഇങ്ങനെയല്ല. ആൻഡ് അതിൻ്റെ ബേസിസിൽ ടാക്സ് വാസ് ഫിക്സ്ഡ് ഓൺ ഈച്ച് ക്രോപ്പ്. Now each province was divided into revenue circles with its own schedule of revenue rates for individual crop. And ഇതിനെയാണ് ജപ്തി എന്ന് പറയുന്നത്. പോയിന്റ് താഴെ പോയി ജപ്തി എന്ന് പറയും. ഓക്കെ,
ഇതാണ് നവരത്നാസ്. ബീർബൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അബുൽ ഫസലും ഫൈസിയും സ്കോളേഴ്സ് ആണ്. ഓക്കെ, പിന്നെ മുല്ലാദോ പ്യാസയും സ്കോളർ തന്നെയാണ്. തൊഡാർമൽ ഫിനാൻസ് മിനിസ്റ്റർ, റവന്യൂ മിനിസ്റ്റർ. ഫക്കീർ അസിയുദ്ദീൻ റിലീജിയസ് മിനിസ്റ്റർ. മാൻ സിംഗ് മൻസബ്ദാർ ആയിരുന്നു. ആൻഡ് താൻസേൻ മ്യൂസീഷ്യൻ ആയിരുന്നു. അബ്ദുൾ റഹീം ഖാൻ ഹിന്ദി പോയറ്റ് ആയിരുന്നു. Who was listed in 2021 ടൈം മാഗസീൻ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ? കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ അകത്ത കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 2021 ടൈം മാഗസീനിൻ്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആരാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നരേന്ദ്രമോദിജി ഉണ്ടായിരുന്നു. സോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഈ ഒരു ലിസ്റ്റിൽ ആക്ച്വലി മിസ്റ്റർ നരേന്ദ്രമോദി, വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്ററായ മമതാ ബാനർജി ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് സിറം ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണ്, അഡാർ പൂനാവാല, ഇവർ 3 പേരും ഈ ലിസ്റ്റിൽ ഫീച്ചർ ചെയ്യപ്പെട്ടിരുന്നു. ഓക്കെ, വെൻ വാസ് ലതാ മങ്കേഷ്കർ അവാർഡഡ് വിത്ത് ഭാരത് രത്ന? ലതാ മങ്കേഷ്കർ ഒരുപാട് അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. സിവിലിയൻ അവാർഡിൽ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരത് രത്ന. സോ എപ്പോഴാണ് ലതാ മങ്കേഷ്കറിന് ഭാരത് രത്ന ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2021 കേട്ടോ. 2021 ആണ് ലഭിച്ചിരിക്കുന്നത്. 2001 ഓണറി ടൈറ്റിൽ ലഭിച്ചിരിക്കുന്നത് ക്വീൻ ഓഫ് മെലഡി, നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, വോയിസ് ഓഫ് ദ മില്ലേനിയം എന്നൊക്കെ വിളിക്കാറുണ്ട്. 1859 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. 1989 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, 1969 പത്മഭൂഷൺ, 1999 പത്മവിഭൂഷൺ ആൻഡ് 2001 ഭാരത് രത്ന ലഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഫീമെയിൽ സിംഗർ ടു ഗെറ്റ് ഭാരത് രത്ന ആഫ്റ്റർ MS സുബ്ബലക്ഷ്മി. സിംഗേഴ്സിൽ മ്യൂസിക് ഫീൽഡിൽ ആദ്യമായിട്ട് ഭാരത് രത്ന ലഭിച്ചത് MS സുബ്ബലക്ഷ്മിക്കാണ്. രണ്ടാമത്തെ വനിതയാണ് ലതാ മങ്കേഷ്കർ. BCCI പറ്റിയുള്ള ചോദ്യമാണ്. BCCI ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? BCCI ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? വാങ്ഖഡെ സ്റ്റേഡിയത്തിലാണ്. മുംബൈയിലെ വാങ്ഖഡെ സ്റ്റേഡിയത്തിലാണ് BCCIൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. BCCI ബേസിക്കലി 3 ക്രിക്കറ്റ് ടീമിനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ മെൻസ് നാഷണൽ ടീം, പിന്നെ വിമൻസ് നാഷണൽ ടീം ആൻഡ് നാഷണൽ ടീം അണ്ടർ 19. ഓക്കെ, റിച്ചസ്റ്റ് ഗവേണിംഗ് ബോഡി ഓഫ് ക്രിക്കറ്റ് ഇൻ ദ വേൾഡ് ആണ്. ഇതിൻ്റെ പ്രസന്റ് പ്രസിഡന്റ് റോജർ ബിന്നിയും BCCI സെക്രട്ടറി ജയ്ഷായുമാണ്. ഓക്കെ, മെൻസ് ടീമിൻ്റെ കോച്ച് നേരത്തെ രാഹുൽ ദ്രാവിഡ് ആയിരുന്നു, ഇപ്പോൾ മാറി. ആരാണ്? ഗൗതം ഗംഭീർ ആണ് ഇപ്പോൾ പ്രസന്റ് കോച്ച് കേട്ടോ. മഹേന്ദ്രവർമ്മൻ ഇസ് റിലേറ്റഡ് ടു വിച്ച് ഡൈനസ്റ്റി? മഹേന്ദ്രവർമ്മൻ 1 ഏത് ഡൈനസ്റ്റിയോട് റിലേറ്റഡ് ആണ്? പല്ലവ ഡൈനസ്റ്റി. ഓക്കെ, പല്ലവ ഡൈനസ്റ്റിയോട് റിലേറ്റഡ് ആണ്. ആൻഡ് ഇവരുടെ ക്യാപിറ്റൽ കാഞ്ചി ഓർ കാഞ്ചീപുരം ആയിരുന്നു. പല്ലവാസിൻ്റെ ക്യാപിറ്റൽ കാഞ്ചി ഓർ കാഞ്ചീപുരം. സത്തവാഹനാസിന് ശേഷം വന്നവരാണ് പല്ലവാസ്. ഫൗണ്ടർ ഇസ് ബിലീവ്ഡ് ടു ബി സിംഹവിഷ്ണു. സിംഹവിഷ്ണുവിനെയാണ് ഫൗണ്ടർ എന്ന് വിശ്വസിക്കപ്പെടുന്നത്. എക്സാക്ട്ലി നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഫസ്റ്റ് ഫേമസ് റൂളറാണ് മഹേന്ദ്രവർമ്മൻ. ആൻഡ് ഓർക്കേണ്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സാൻസ്ക്രിറ്റ് പ്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മത്തവിലാസ പ്രഹസന. മത്തവിലാസ പ്രഹസന എന്ന് പറയുന്നത് മഹേന്ദ്രവർമ്മൻ, പല്ലവ റൂളറായ മഹേന്ദ്രവർമ്മൻ്റെ വർക്കാണ് മത്തവിലാസ പ്രഹസനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രാർത്ഥന സമാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ? പ്രാർത്ഥന സമാജ് ആരുടേതാണ്? ആത്മാറാം പാണ്ഡുറംഗിൻ്റെതാണ് അല്ലേ? ആത്മാറാം പാണ്ഡുറംഗ് 1867 എസ്റ്റാബ്ലിഷ് ചെയ്താണ് പ്രാർത്ഥന സഭ. അപ്പോൾ ഇവിടെ കുറച്ച് ഓർഗനൈസേഷൻസും അതിൻ്റെ ഫൗണ്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ആത്മീയ സഭ, ബ്രഹ്മസമാജ്, രണ്ടും രാജാറാം മോഹൻ റോയിൻ്റെതാണ് അല്ലേ? ആത്മീയ സഭയും ബ്രഹ്മസമാജം. ധർമ്മസഭ രാധാകാന്ത് ദേവ്. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെതാണ്. പരമഹംസ മണ്ഡലി ദാദോബ പാണ്ഡുറംഗിൻ്റെതാണ്. റഹ്മാനിയ മസ്ദിയാസൻ സഭ ദാദാബായ് നവറോജിയുടേതാണ്. പിന്നെ രാധാസ്വാമി സത്സംഗ് തുളസിറാം, ഓൾസോ നോൺ ആസ് ശിവദയാൽ സാഹിബ്. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ, ബ്രഹ്മസമാജ് അല്ല, ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയ് ആണ്. പിന്നീട് അതിൽ സ്പ്ലിറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത് കേശവ് ചന്ദ്ര സേനാണ്. പ്രാർത്ഥനാ സമാജ് നമ്മളിപ്പോൾ പറഞ്ഞു ആത്മാറാം പാണ്ഡുറംഗിൻ്റെതാണ് പ്രാർത്ഥനാ സമാജ്. തിയോസോഫിക്കൽ സൊസൈറ്റി HP
ബ്ലവെറ്റ്സ്കിയും ഓൾസ്കോട്ടും. ഓക്കെ, കേണൽ ഓൾസ്കോട്ടുമാണ്. പക്ഷേ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ നമ്മളെപ്പോഴും ആനി ബെസന്റ് ആണ് പറയുന്നത്. കാരണം അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയിലോട്ട് മാറ്റിയപ്പോഴേക്കും അടയാറിനടുത്തേക്ക് മാറ്റിയപ്പോഴേക്കും അവിടെ പ്രസിഡൻ്റായി വന്നതാണ് ആനി ബെസന്റ്. പിന്നെ സാധാരൺ ബ്രഹ്മസമാജ്, അത് ആനന്ദ് മോഹൻ ബോസ്. പിന്നീട് വീണ്ടും ബ്രഹ്മസമാജിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. അപ്പോഴാണ് ആനന്ദ് മോഹൻ ബോസ് സാധാരൺ ബ്രഹ്മസമാജ് സ്റ്റാർട്ട് ചെയ്തത്. ഹു ഈസ് ദ സെൻട്രൽ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി? നമ്മൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. സോ സെൻട്രൽ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് അല്ലേ. അദ്ദേഹത്തിനെ പറ്റി നമ്മൾ പറയുന്നു. ഇൻഡിപെൻഡൻറ്റ് ചാർജായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സിൽ തന്നെ ഇൻഡിപെൻഡൻറ്റ് ചാർജും ഇൻഡിപെൻഡൻറ്റ് ചാർജ് ഇല്ലാത്തവരും ഉണ്ടാകും. ഇൻഡിപെൻഡൻറ്റ് ചാർജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ആ മിനിസ്ട്രിയുടെ ഹെഡ്. അവർ വേറെ ആർക്കും റിപ്പോർട്ട് ചെയ്യുന്നില്ല. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബേസിക്കലി അവർ വേറൊരു ക്യാബിനറ്റ് മിനിസ്റ്ററിന് റിപ്പോർട്ട് ചെയ്യും. ആ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിന് അണ്ടർ ആയിരിക്കും അവർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻറ്റ് ചാർജാണ്, അതായത് ഇദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട്. സോ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡൻറ്റ് ചാർജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഓൾസോ എർത്ത് സയൻസ്. ഇത് രണ്ടും ജിതേന്ദ്ര സിംഗ് ആണ്. കഴിഞ്ഞില്ല. ഇത് കൂടാതെ ചിലതിൽ അദ്ദേഹം ഈ പറഞ്ഞ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് മാത്രമാണ്. അത് ഏതൊക്കെയാണ്? PMO, അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവിയൻസ് ആൻഡ് പെൻഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി. ഇതെല്ലാം നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ അണ്ടർ വരുന്നതാണ് അല്ലേ. നരേന്ദ്രമോദിജിയുടെ അണ്ടർ വരുന്നതാണ് ഈ എല്ലാ മിനിസ്ട്രീസ്. അപ്പോൾ അതിലെല്ലാം അദ്ദേഹം മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, അദ്ദേഹം ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ നിന്നാണ് ഇലക്ഷൻസ് ജയിച്ചത്. ജിതേന്ദ്ര സിംഗ്. ഛത്ത് പൂജ ഓഫ് ബീഹാർ ഈസ് ഒബ്സർവ്ഡ് ഫോർ വിച്ച് ഗോഡ്? ഏത് ദൈവത്തിനെയാണ് ആരാധിക്കുന്നത്? ഛത്ത് പൂജ, ബീഹാറിൻ്റെ ഛത്ത് പൂജയുടെ സമയത്ത് സൺ ഗോഡിനെയാണ് കേട്ടോ, സൺ ഗോഡ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്സും അവിടുത്തെ മെയിൻ ഫെസ്റ്റിവൽസും കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ആന്ധ്രാപ്രദേശിൻ്റെയാണ് ദസറ, ഉഗാദി, ഓക്കെ, ഡെക്കൻ ഫെസ്റ്റിവൽ, ബ്രഹ്മോത്സവ്. ഓക്കെ, യെസ്. സോ ദസറ, ഉഗാദി, ഡെക്കൻ ഫെസ്റ്റിവൽ, ബ്രഹ്മോത്സവ്. അരുണാചൽ പ്രദേശിൻ്റെ റേ, ബൂരി ബൂത്ത്, മ്യോക്കോ ഡ്രീ, പോങ് ടു, ലോസാർ ഇമ്പോർട്ടൻ്റ് ആണ്, മുറുങ്, സൊലാങ്, മോപ്പിൻ, മോൻപ. അസാമിൻ്റെ അംബുബാച്ചി ഫെസ്റ്റിവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബൊഗാലി ബിഹു, ബൈശാഖു, ദഹിങ് പാട്കായ്. അസാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബീഹാറിലെ ഛത്ത് പൂജ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ബിഹുലേം ഉണ്ട്. ഛത്തീസ്ഗഡിൻ്റേതാണ് മദായി, ഹരേലി, ബസ്തർ ദശറ. ബസ്തർ ദശറയും ഇതിന് മുന്നേ ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഗോവ സൺബേൺ ഫെസ്റ്റിവൽ, ലദായിൻ, മാൻഡോ. ഗുജറാത്തിലെ നവരാത്രി, ജന്മാഷ്ടമി, കച്ച് ഉത്സവ്, ഉത്തരായൻ. ഹിമാചൽ പ്രദേശിൻ്റേതാണ് രാഖ ദുംനി, ഗോച്ചി ഫെസ്റ്റിവലും രാഖ ദുംനിയും. ഹരിയാന തീജ് പൂജ, പിന്നെ മാംഗോ ഫെസ്റ്റിവൽ, ഗുഗ നവമി, ഗഗോർ ഫെസ്റ്റിവൽ. ജമ്മു കശ്മീർ ഹർ നവമി, ഛാരി, ബാഹുമേല, ഡോസ്മോഷ്. ജാർഖണ്ഡിൻ്റെ കറം ഫെസ്റ്റിവൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. കറം ഫെസ്റ്റിവൽ ജാർഖണ്ഡാണ്. സാർഹുൽ, സോഹറായി, ജവായ്, റോഹിണി ഇമ്പോർട്ടൻ്റ് ആണ്. കറമും റോഹിണിയും ഒന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ജാർഖണ്ഡിൻ്റെ. കർണാടക മൈസൂർ ദസറയും ഉഗാദി കർണാടകയിലുമുണ്ട്, ആന്ധ്രാപ്രദേശിലുമുണ്ട്, തെലുങ്കാനയിലുമുണ്ട്. കേരളത്തിൻ്റെ ഓണവും വിഷുവും എല്ലാവർക്കും അറിയാം. മധ്യപ്രദേശ് ലോക് രംഗ് ഉത്സവ്, തേജാജി, ഖജ്രാഹോ ഫെസ്റ്റിവൽ. മേഘാലയ നോക്രം ഫെസ്റ്റിവൽ ഇമ്പോർട്ടൻ്റ് ആണ്. വാങ്ല ഇമ്പോർട്ടൻ്റ് ആണ്. മഹാരാഷ്ട്ര ഗണേഷ് ഉത്സവ്, ഗുഡി പാഡ്വ. മണിപ്പൂർ യോഷാങ്, ഓക്കെ, യോഷാങ് ഇമ്പോർട്ടൻ്റ് ആണ്. മിസോറമിൻ്റെ ചാപ്ചർ കൂട്ട്. നാഗാലാൻഡിൻ്റെ ഹോൺബിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗവൺമെൻറ് നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണിത്. ഓക്കെ, ഒഡീഷ രഥയാത്ര, രാജപർബ, നുഖായ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒഡീഷ കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചാബ് ബൈസാഖി, ലോഡി. രാജസ്ഥാൻ ഗഗോർ, തീജ്, ബൂന്തി. പിന്നെ സിക്കിമിൻ്റെ ലോസാർ ഫെസ്റ്റിവൽ, സാഗാദാവ. ലോസാർ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. തമിഴ്നാടു പൊങ്കൽ, തൈപ്പൂയം, നാട്യാഞ്ജലി ഫെസ്റ്റിവൽ. ത്രിപുര ഖർച്ചി പൂജ. വെസ്റ്റ് ബംഗാളിൻ്റെ ദുർഗാ പൂജ. ഉത്തരാഞ്ചലിൻ്റെ ഗംഗാ ദശറ ആൻഡ് ഉത്തർപ്രദേശിൻ്റെ രാം നവമി, ഗംഗാ മഹോത്സവ്, നവരാത്രി, കിച്ചടി ചോദിക്കാറുള്ളതാണ്. 30 ക്വസ്റ്റ്യൻസ് കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾഡസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഗോൾഫ് ക്ലബ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഗോൾഫ് ക്ലബ്ബ് റോയൽ കൊൽക്കത്ത ഗോൾഫ് ക്ലബ്ബാണ്. അപ്പോൾ അതുപോലെ ചോദിക്കാം, ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? ഈഡൻ ഗാർഡൻ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, അതും കൊൽക്കത്തയിൽ തന്നെയാണ്. 1864 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓൾഡസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് തേർഡ് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് ഈഡൻ ഗാർഡൻ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഓൾഡസ്റ്റ് സ്റ്റേഡിയമാണ്, ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. റോയൽ കൊൽക്കത്ത ഗോൾഫ് ക്ലബ്ബാണ് ഓൾഡസ്റ്റ് ഗോൾഫ് ക്ലബ്ബ്. ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ.
MK സ്റ്റാലിൻ ആണ്. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ റീസെന്റ് മാറിയതാണ് ചന്ദ്രബാബു നായിഡു. കർണാടക സിദ്ധരാമയ്യ. തെലങ്കാന അനുമൂലു രേവന്ത് റെഡ്ഡി. പിന്നെ ഇവരൊക്കെ റീസെൻ്റ്ലി 2024 ശേഷം മാറിയവരാണ്. അപ്പോൾ വിഷ്ണു ദിയോ സായി ആണ് ഛത്തീസ്ഗഡ്. ഹരിയാന നയാബ് സിംഗ് സൈനി ആൻഡ് ജാർഖണ്ഡ് ഹേമന്ത് സൊറേൻ. ഓക്കെ, അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സും ഗവർണേഴ്സിൻ്റെയും പേര് പഠിച്ചിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഹർഷവർദ്ധൻ ഇസ് റിലേറ്റഡ് ടു വിച്ച് ഡൈനസ്റ്റി? ഏത് ഡൈനസ്റ്റിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റൂളർ ആയിരുന്നു ഹർഷവർദ്ധൻ? ഏതായിരുന്നു? നമ്മുടെ വർദ്ധന ഡൈനസ്റ്റി ഓർ പുഷ്യഭൂതി ഡൈനസ്റ്റി അല്ലേ? പുഷ്യഭൂതി ഡൈനസ്റ്റി ഓർ വർദ്ധന ഡൈനസ്റ്റി രണ്ടുപേരും പറയാറുണ്ട്. 606 അദ്ദേഹം റൂളർ ആവുന്നത്. അപ്പോഴാണ് ഹർഷ ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ കന്നൗജ് ആയിരുന്നു. കന്നൗജിൻ്റെ പഴയ പേര് കന്യാകുബ്ജ. ധാനേശ്വർ ആയിരുന്നു നേരത്തെ ഇവരുടെ ക്യാപിറ്റൽ. എന്നാൽ പിന്നീട് ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കന്നൗജിലോട്ട് അദ്ദേഹം ക്യാപിറ്റലൊക്കെ മാറ്റുന്നുണ്ട്. കന്നൗജിൻ്റെ പഴയ പേര് കന്യാകുബ്ജ. ശിലാദിത്യ സകലോത്തര പഥേശ്വര എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹർഷവർദ്ധൻ. സകലോത്തര പഥേശ്വര അതായത് സകല ഉത്തര പഥേശ്വര, കംപ്ലീറ്റ് നോർത്തേൺ പാർട്ടിൻ്റെ രാജാവ്. ആ ടൈറ്റിൽ അദ്ദേഹത്തിന് നൽകിയത് ചാലൂക്യാസിൻ്റെ റെക്കോർഡിലാണ് കേട്ടോ. ആൻഡ് ഹർഷവർദ്ധൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റൂളറായിരുന്നു. ഒരാൾ മാത്രമേ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. അതാരാണ്? ചാലൂക്യാസിൻ്റെ പുലകേശൻ II. ഓക്കെ, സോ ഹി വാസ് ഡിഫീറ്റഡ് ബൈ പുലകേശൻ II ഓഫ് ചാലൂക്യ. ഹുവാൻ സാങ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സമയത്താണ്. നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, CUK എഴുതുന്നു. ഹർഷവർദ്ധൻ സമൺ 2 ബുദ്ധിസ്റ്റ് അസംബ്ലീസ്, 1 കന്നൗജ് 1 പ്രയാഗിൽ. അദ്ദേഹം നല്ലൊരു റൂളർ മാത്രമല്ല നല്ലൊരു എഴുത്തുകാരനുമായിരുന്നു. സാൻസ്ക്രിറ്റ് പ്ലേ നാഗനന്ദ, രത്നാവലി, പ്രിയദർശിക അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സ്കോളേഴ്സ് ഇൻ ദ കോർട്ട് ഓഫ് ഹർഷവർദ്ധൻ ആയിരുന്നു ബാണഭട്ട എഴുതിയതാണ് ഹർഷചരിതയും കാദംബരി. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, നീൽ ദർപ്പൺ വാസ് റിട്ടൺ ബൈ. നീലദർപ്പൺ ആരാണ് എഴുതിയത്? ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്രയുടേതാണ് നീൽ ദർപ്പൺ. 1858-59 കാലഘട്ടത്തിൽ എഴുതിയ ഒരു ബംഗാളി പ്ലേ ആണിത്, നീലം കൃഷിയെ ബേസ് ചെയ്തുകൊണ്ട്. ടൈഗർ പ്രോജക്റ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ ഡാഷ് ഇയർ. ഏത് വർഷമാണ് പ്രോജക്റ്റ് ടൈഗർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്? 1973 ഓക്കെ, ഫസ്റ്റ് ജിം കോബറ്റ് നാഷണൽ പാർക്കിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. സോ പ്രൊജക്ട് ടൈഗർ ഇസ് എ വൈൽഡ് ലൈഫ് കൺസർവേഷൻ മൂവ്മെന്റ് ഇനീഷ്യേറ്റഡ് ടു പ്രൊട്ടക്ട് എൻഡേഞ്ചേർഡ് ടൈഗർ. ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഇത്രയും മാത്രമേ ഉള്ളൂ. ടൈഗേഴ്സിന് വേണ്ടിയിട്ടാണ്, പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം. 1973 സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഇതിൻ്റെ വരുന്നത് ജിം കോബർട്ട് ആണ്. വാസ് ദ ഫസ്റ്റ് ടൈഗർ റിസർവ് അണ്ടർ ദിസ് പ്രോജക്ട്. Artist from Uttar Pradesh who was awarded Padma Shri in 2022. 2022 കൊടുത്തിരുന്ന ലിസ്റ്റിൽ പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് അജിത ശ്രീവാസ്തവയാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് 2023 കേട്ടോ. 2023 പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ശ്രീ ബാലകൃഷ്ണ ദോഷി, ശ്രീ ജാക്കിർ ഹുസൈൻ, SM കൃഷ്ണ, ദിലീപ് മഹൽ നബീസ്, ശ്രീനിവാസ വർദ്ധന ആൻഡ് ശ്രീ മുലായം സിംഗ് യാദവ്. സിലപ്പതികാരം വാസ് റിട്ടൺ ബൈ. ആരെഴുതിയതാണ് സിലപ്പതികാരം? ഇലങ്കോ അടികളുടേതാണ് സിലപ്പതികാരം. അപ്പോൾ അതുപോലെ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്നുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ നമുക്ക് ബുക്സും അതിൻ്റെ ഓതേഴ്സും നോക്കാം. അർത്ഥശാസ്ത്രം എഴുതിയത് കൗട്ടില്യ. മഹാഭാഷ്യ പതാഞ്ജലിയുടേതാണ്. കാദംബരി ഹർഷചരിതയ്ക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു ആരെഴുതിയതാണ്? ഹർഷവർദ്ധൻ്റെ കോട്ടിലുണ്ടായിരുന്ന ബാണഭട്ടയുടേതാണ്. അഷ്ടധ്യായി പണിനിയുടേതാണ്. ബുദ്ധചരിത അശ്വഘോഷ. ഗീത ഗോവിന്ദ ജയദേവ്. ഹർഷവർദ്ധൻ എഴുതിയതാണ് നാഗനന്ദ, പ്രിയദർശിക, രത്നാവലി. ഐഡൻറ്റിഫൈ ദ സെൽ ഓർഗനൽ. ഒരു പെർട്ടിക്കുലർ സെൽ ഓർഗനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതേ ഇമേജ് അല്ല കൊടുത്തിരിക്കുന്നത്, പക്ഷേ മൈറ്റോകോൺട്രിയയുടെ ഇമേജ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമ്മുടെ പവർ ഹൗസ് ആണ്. കാരണം ATP സിന്തസിസ് നടക്കുന്ന സ്ഥലം മൈറ്റോകോൺട്രിയയാണ്. അതുകൊണ്ട് ഇതിനെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ പിക്ചർ. ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ് ഇതിന്. ഫോൾഡ് ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ മൈറ്റോകോൺട്രിയ ടുവേർഡ്സ് ദ മാട്രിക്സ്. അതിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റെ. ഓക്കെ, രണ്ട് വോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ വോൾ ഇങ്ങനെ, രണ്ടാമത്തെ വോളിൽ ഇതുപോലെ ഇങ്ങനെ ഫോൾഡിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫോൾഡിങ്സിനെ പറയുന്ന പേരെന്താണ്? അതാണ് ക്രിസ്റ്റെ എന്ന് പറയും. ഓക്കെ, ക്രിസ്റ്റെ. ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ATP സിന്തസിസ് ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് പവർ ഹൗസ് ആണ് അല്ലേ? പവർ ഹൗസ് ആണ്. ATP ഇസ് ദ എനർജി കറൻസി അല്ലേ? നമ്മുടെ സെല്ലുകൾക്ക് എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? ATPയുടെ രൂപത്തിൽ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിൻ്റെ രൂപത്തിലാണ്. പിന്നെ ചോദിക്കുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്, ഓൺലി ലൊക്കേഷൻ ഓഫ് DNA ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്.
സാധാരണ DNA നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? ന്യൂക്ലിയസിൻ്റെ അകത്ത്. ന്യൂക്ലിയസിൻ്റെ അകത്തല്ലാതെ വേറൊരു സ്ഥലത്തുമുണ്ട് DNA. അത് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അതും മൈറ്റോകോൺട്രിയ കേട്ടോ. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉള്ള ഒരു സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. ഇതാണ് സ്ട്രക്ചർ കേട്ടോ. ലുഖായി ഫെസ്റ്റിവൽ, ഇപ്പം നമ്മൾ കുറേ ഫെസ്റ്റിവൽസിൻ്റെ ലിസ്റ്റ് പറഞ്ഞിരുന്നു. അതിൽ ഞാൻ പറയുകയും ചെയ്തു ഈ സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ലുഖായി ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിലാണ് ലുഖായി ഫെസ്റ്റിവൽ. ഒഡീഷയിലെ ഫെസ്റ്റിവലാണ് രഥയാത്ര അല്ലേ? നമ്മുടെ ജഗന്നാഥ് പുരിയിൽ നിന്ന് രഥയാത്ര നടത്തുന്നത്. ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഹിന്ദു ചാരിയറ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ആനുവലി ഡ്യൂറിങ് ദ ബ്രൈറ്റ് ഹാഫ് ഓഫ് ദ ലൂണാർ മന്ത് ഓഫ് ആഷാഢ. പുരിയിലാണ് ഇത് നടത്തുന്നത്. ജഗന്നാഥ് ഡെയ്റ്റിയാണ് അതിനോട് അസോസിയേറ്റ് ചെയ്യുന്നത്. രാജപ്രഭ മിഥുന സംക്രാന്തി എന്നും പറയും. 3 day long ഫെസ്റ്റിവൽ ഓഫ് വുമൻഹുഡ് സെലിബ്രേഷൻ. നുഖായി ഫെസ്റ്റിവൽ അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ ആണ്. റൈസ്, ന്യൂ സീസൺ ഓഫ് റൈസ്, അതാണ് നുഖായി ഫെസ്റ്റിവൽ. നൃത്യഗ്രാം ഡാൻസ് അക്കാഡമി ഇസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. എവിടെയാണ് നൃത്യഗ്രാം ഡാൻസ് അക്കാഡമി? നൃത്യഗ്രാം ഡാൻസ് അക്കാഡമി വരുന്നത് കർണാടകയിലാണ് കേട്ടോ. കർണാടക. ഇതാരാണ് സ്റ്റാർട്ട് ചെയ്തത്? പ്രതിമ ബേദി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who became the youngest instrumentalist to get Padma Vibhushan in 2002? Youngest ഇൻസ്ട്രുമെന്റലിസ്റ്റ് ടു ഗെറ്റ് പത്മ വിഭൂഷൺ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തബല പ്ലെയർ ആയ സാക്കിർ ഹുസൈൻ ആയിരുന്നു. ഓക്കെ, അദ്ദേഹമാണ് യങ്ങസ്റ്റ് പേഴ്സൺ. പത്മവിഭൂഷണും പത്മശ്രീയും അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. യങ്ങസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് പത്മശ്രീ ആൻഡ് പത്മവിഭൂഷൺ രണ്ടും സാക്കിർ ഹുസൈൻ തന്നെ. മറ്റുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തബല പ്ലെയേഴ്സ് ആണ് ഉസ്താദ് അല്ലാ റാഖ, ഉസ്താദ് സബീർ ഖാൻ, ഉസ്താദ് ഷഫാത്ത് അഹമ്മദ് ഖാൻ, പണ്ഡിറ്റ് കിഷൻ മഹാരാജ്. നെക്സ്റ്റ്, ഗഗൻ നാരംഗ് വൺ ബ്രോൺസ് മെഡൽ ഇൻ 2012 ഫോർ വിച്ച് സ്പോർട്ട്? ഏത് സ്പോർട്ടിനാണ് ഗഗൻ നാരംഗിന് ബ്രോൺസ് മെഡൽ ലഭിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഷൂട്ടിങ്ങിനാണ് കേട്ടോ. ഷൂട്ടിങ്ങിനാണ് ബ്രോൺസ് മെഡൽ ലഭിച്ചത് 2012. സോ ചില ഷൂട്ടേഴ്സിൻ്റെ പേര് നമുക്കിവിടെ പഠിക്കാം. കാരണം ഈയിടെയായിട്ടൊക്കെ ഷൂട്ടിങ്ങിന് ധാരാളം മെഡൽസ് ലഭിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാം ഈ വ്യക്തി ഏത് ഗെയിമിനോട് റിലേറ്റഡ് ആണെന്ന്. അപ്പോൾ ഷൂട്ടിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരാണ് സൗരഭ് ചൗധരി, ജിത്തു റായ്, അഭിഷേക് വർമ്മ, ദിവ്യാൻഷ് സിംഗ് പൻവാർ, സഞ്ജീവ് രാജ്പൂത്, ദീപക് കുമാർ, അങ്കദ് ബാജ്വ, മൈരാജ് അഹമ്മദ് ഖാൻ, വിജയ് കുമാർ, ഗഗൻ നാരംഗ്, അഭിനവ് ബിന്ദ്ര, സിംഹരാജ് അധാന. What is the percentage of state contribution in PM Awas Yojana rural? ഓക്കെ, സോ PM ആവാസ് യോജന പ്രകാരം നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കുറച്ച് സബ്സിഡി ഒക്കെ കിട്ടും വീടുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് റൂറലും ഉണ്ട് അർബനും ഉണ്ട്. അപ്പോൾ റൂറലിൽ ഇത് ബേസിക്കലി സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ശതമാനമാണ് സ്റ്റേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിലും ചില വ്യത്യാസമുണ്ട്, റീജിയൻ വൈസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അണ്ടർ ദിസ് സ്കീം കോസ്റ്റ് ഓഫ് യൂണിറ്റ് അസിസ്റ്റൻസ് വിൽ ബി ഷെയർഡ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. എങ്ങനെയാണ്? പ്ലെയിൻ ഏരിയാസിൽ 60% 40% ആണ്. സെൻട്രൽ ഗവൺമെൻറ് 60%, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് 40% പ്ലെയിൻ ഏരിയാസിൽ. എന്നാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീരിലാണെങ്കിൽ 90-10% റേഷ്യോ ആണ്. 90% സെൻട്രൽ ഗവൺമെൻറ്, 10 ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ. Who was the Army General of Alauddin Khilji who led the southern expedition? സൗത്തിലോട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൽഹി സുൽത്താൻസിൽ ഫസ്റ്റ് പേഴ്സൺ ടു കം ടു സൗത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ആർമി ജനറൽ ആയിരുന്നു. ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആർമി ജനറൽ? മലിക് കഫൂർ അല്ലേ. മലിക് കഫൂർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആർമി ജനറൽ. 1303 കേട്ടോ. വർഷം ചോദിക്കാറുണ്ട് ചില സമയത്ത്. സോ ഈ ഫസ്റ്റ് എക്സ്പെഡീഷൻ നടത്തിയ വർഷം 1303 ആണ്. ഓക്കെ, 1303. സോ ആർമി ജനറൽ ആയിരുന്നു അദ്ദേഹം, സ്ലേവ് ആർമി ജനറൽ. ഹി ലെഡ് ദ ഡെക്കൻ എക്സ്പെഡീഷൻസ് ആൻഡ് അതിൽ അദ്ദേഹം ദേവഗിരിയിലെ രാമചന്ദ്രദേവ, കാക്കത്തിയാസിൻ്റെ പ്രതാപ് രുദ്രദേവ, ഹൊയ്സല 3ൻ്റെ വീരബല്ലാൽ 3, പാണ്ഡ്യാസിൻ്റെ വീര ആൻഡ് സുന്ദര ഇവരൊക്കെ പരാജയപ്പെടുത്തി രാമേശ്വരത്ത് ഒരു വിക്ടറി പില്ലറും അദ്ദേഹം പണിയിച്ചു. മണിപ്പുരി ക്ലാസിക്കൽ ഡാൻസർ ഹു സ്റ്റാർട്ടഡ് ഗോവിന്ദ് ജി നർത്തനാലയ ഫോർ വിമൺ ഇൻ ഇംഫാൽ ആരായിരുന്നു? മണിപ്പുരി ക്ലാസിക്കൽ ഡാൻസർ ആണ് അദ്ദേഹം. ഇംഫാലിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഗോവിന്ദ് ജി നർത്തനാലയ സ്റ്റാർട്ട് ചെയ്തു. ആരായിരുന്നു?
ഗുരു ബിപിൻ സിംഗ് ആണ്. മണിപ്പുരി ഡാൻസിൻ്റെ നൃത്യാചാര്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗുരു ബിപിൻ സിംഗ്. അദ്ദേഹമാണ് ഗോവിന്ദ് ജി നർത്തനാലയ സ്റ്റാർട്ട് ചെയ്തത്. ഇത് കൂടാതെ മണിപ്പുരി നർത്തനാലയം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാൽക്കട്ടയിൽ. ഹൂ വാസ് റിലേറ്റഡ് ടു താന ഭഗത് മൂവ്മെൻറ്റ്? താന ഭഗത് മൂവ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ജത്ര ഭഗത്. ആരാണ്? ജത്ര ഭഗത്. ഒറാവും കമ്മ്യൂണിറ്റിയുടേതാണ് മെയിൻലി താന ഭഗത് മൂവ്മെൻറ്റ് വരുന്നത്. താന ഭഗത് മൂവ്മെൻറ്റ് വാസ് എ മൂവ്മെൻറ്റ് ഇൻ ദ ഛോട്ടാ നാഗ്പൂർ ഏരിയ, okay, against the policies of British authority and exploitative business practices of local zamindar, mostly by Oran community, Oran people. Okay, അപ്പോൾ ഏത് വിഭാഗമാണ് ചോദിക്കുകയാണെങ്കിൽ ഒറാൻ കമ്മ്യൂണിറ്റി ആണ്. ആരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജത്ര ഭഗത് ആണ്. താന ഭഗത് മൂവ്മെൻറ്റ് ജത്ര ഭഗത്തിൻ്റെതാണ്. സിംറ്റംസ് ഓഫ് ജോണ്ടിസ്, കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാണ് ജോണ്ടിസ്, മഞ്ഞപ്പിത്തത്തിൻ്റെ സിംറ്റം? അതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം നമ്മുടെ സ്കിന്നിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെ കളറ് മഞ്ഞ കളറാവും അല്ലെ? നഖത്തിൻ്റെ, സ്കിന്നിൻ്റെ, കണ്ണൊക്കെ മഞ്ഞ കളറാകും. സോ ഡിസീസ് ഓഫ് ലിവർ ആണ്. ചോദിക്കാം ഏത് ഭാഗത്തിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ലിവറിനെയാണ് ബാധിക്കുന്നത്. ജോണ്ടിസിൽ സ്കിൻ ആൻഡ് ഐസ് ഒക്കെ ടേൺസ് യെല്ലോ ഡ്യൂ ടു ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ബിലിറുബിൻ പിഗ്മെൻറ്റ് ഇൻ ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഈസ്റ്റർലി ജെറ്റ് സ്ട്രീം ബ്ലോസ് ഇൻ വിച്ച് ലാറ്റിറ്റ്യൂഡ്? ഈസ്റ്റർലി ജെറ്റ് സ്ട്രീംസ് ഏത് ലാറ്റിറ്റ്യൂഡിലാണ് അത് ബ്ലോ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. 8 ഡിഗ്രി ടു 33 ഡിഗ്രി നോർത്താണ് വരുന്നത്. കാരണം ചിലതിൻ്റെ അകത്ത് 14 ഡിഗ്രി, ചിലതിൽ 15 ഡിഗ്രി, അങ്ങനെ പല വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു റേഞ്ച് കേട്ടോ. 8 ടു 33 ഡിഗ്രി നോർത്തിലാണ് വരുന്നത്. ഓക്കെ, ലാറ്റിറ്റ്യൂഡാണ് വരുന്നത്. സോ ട്രോപ്പിക്കൽ ഈസ്റ്റർലി ജെറ്റ് സ്ട്രീം ബ്ലോസ് ഓവർ അറ്റ് അറൌണ്ട് 14 ഡിഗ്രി നോർത്ത്. മോസ്റ്റ്ലി നമ്മൾ കാണുന്ന ഒരു വാല്യൂ ആണ് 14 degree north latitude during summer months. Now tropical easterly jet is responsible for the burst of monsoons. Monsoonsന് കാരണമാണ് ഈ tropical easterly jet and help in the transport of moisture from Bay of Bengal and Arabian Sea to the Indian subcontinent, which is critical for the monsoons. It is formed due to the difference in the temperature between the Tibetan Plateau and Indian Ocean, and which creates a pressure gradient. നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ മണി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. മണി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. കൺട്രീസ് മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഹാവ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അതായത് മണി സപ്ലൈ ഹയർ ആകുമ്പോഴേക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴാണ് കൂട്ടുന്നത്? നമ്മുടെ മണി കുറയുന്ന സമയത്ത് ആൾക്കാരിൽ നിന്ന് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഇൻ? എവിടെയാണ് രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി? എവിടെയാണ് വരുന്നത്? അലിഗഡ്, ഉത്തർപ്രദേശിലെ അലിഗഡിലാണ്. കോഎഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്രൂവ്ഡ് ബൈ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ, UGC അപ്രൂവ് ചെയ്തതാണ്. രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അലിഗഡ് ഉത്തർപ്രദേശിലാണ്. 2021 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട് വാസ് ഗിവൺ ഗ്രാമി ഫോർ വിച്ച് ആൽബം? ഏത് ആൽബത്തിന് വേണ്ടിയിട്ടാണ് പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന് ഗ്രാമി അവാർഡ് ലഭിച്ചത്? എ മീറ്റിംഗ് ബൈ ദ റിവർ 1993 കേട്ടോ. ഏറ്റവും അധികം ഗ്രാമി അവാർഡ് ലഭിച്ചിരിക്കുന്ന ഇന്ത്യൻസ് ആരാന്ന് ചോദിച്ചാൽ 3 പേരുണ്ട്. 5 അവാർഡ് വെച്ച് 3 പേരുണ്ട്. ഒന്ന് സാക്കിർ ഹുസൈൻ, പിന്നെ ഒന്ന് പണ്ഡിറ്റ് രവിശങ്കർ ആൻഡ് സുബിൻ മെഹ്ത. ഓക്കെ, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പൾസ് ഇൻ ഇന്ത്യ. പൾസസിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ മധ്യപ്രദേശ് ആണ് കേട്ടോ. മധ്യപ്രദേശ്. ഇന്ത്യയുടെ കറണ്ട് സ്റ്റാറ്റസ് 2022-23 പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ പൾസ് ഉൽപ്പാദിപ്പിക്കുന്ന, ഏറ്റവും അധികം പൾസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്, കൺസ്യൂമറാണ് ആൻഡ് ഇമ്പോർട്ടറുമാണ്. സോ ഇതാണ് നമ്മുടെ ഖാരിഫ് ആൻഡ് റാബി ക്രോപ്സ് ടോട്ടൽ പൾസ് പറയുകയാണെങ്കിൽ അത് ഏറ്റവും ടോപ്പിൽ മധ്യപ്രദേശാണ് വരുന്നത്. വെയിറ്റ് ഓഫ് ടെന്നീസ് ബോളിൻ്റെ വെയിറ്റ് എത്രയാണ്? 56 to 59 ഗ്രാംസ് ഒക്കെയാണ് വരുന്നത്. സോ ഇവിടെ ഡിഫറെൻറ്റ് നമ്മുടെ ബോൾസും അതിൻ്റെയൊക്കെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എല്ലാം നോക്കാം. ഓക്കെ, എല്ലാം ഉണ്ട്. ബാസ്കറ്റ് ബോൾ വിമൺ ആൻഡ് മെന്നിൽ ചെറിയ വ്യത്യാസമുണ്ട്, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഹാൻഡ് ബോൾ, വോളിബോൾ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. വാട്ട് ഈസ് ദ സെൽഫ് റെഗുലേറ്ററി ബോഡി ഓഫ് മൈക്രോ ഫിനാൻസ്? സോ 2 എണ്ണമുണ്ട് സെൽഫ് റെഗുലേറ്ററി ബോഡി ഓഫ് മൈക്രോ ഫിനാൻസ്. ഏതൊക്കെയാണ്? മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ്വർക്ക് ആൻഡ് സധൻ. മൈക്രോ ഫിനാൻസ്
ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ്വർക്ക് ആക്ച്വലി 2014 അതിന് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ്റെ ആ ഒരു പദവി കിട്ടുന്നത്. സോ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ്വർക്ക് ഇസ് എ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ഫോർ മൈക്രോ ഫിനാൻസ്. RBI recognized it as SRO in 2014. ഓക്കെ, 2009 ഇത് ഫോം ചെയ്യുന്നത്. MFIN മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്ക്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്ക്, MFIN അതിനെ റെക്കഗ്നൈസ് ചെയ്ത് 2014, ഫോം ചെയ്തത് 2009. സധൻ ആക്ച്വലി അതിനും പഴയതാണെങ്കിലും 2015 അതിന് അപ്രൂവൽ അതായത് അതിന് റെക്കഗ്നേഷൻ കിട്ടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഈ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഷാൽ നോട്ട് ബി എ മെമ്പർ ഓഫ് ഈതർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, അത് കറക്റ്റാണ്. എമോളിമെന്റ്സ് ആൻഡ് അലവൻസസ് ഓഫ് ദ പ്രസിഡന്റ് ഷാൽ നോട്ട് ബി ഡിമിനിഷ്ഡ് ഡ്യൂറിംഗ് ദിയർ ടേം, കറക്റ്റാണ്. He shall not hold any office of profit, അതും ശരിയാണ്. പ്രസിഡന്റ് ഹാസ് ടു പേ ദ റെന്റ് ഓഫ് ഹിസ് റെസിഡൻസ്, തെറ്റാണ്. ഓക്കെ, റെന്റ് കൊടുക്കേണ്ട കാര്യമില്ല. Which is the largest lithospheric plate on earth? Lithospheric plate, largest lithospheric plate ഏതാണ്? പെസിഫിക് പ്ലേറ്റ് ആണ് കേട്ടോ. പെസിഫിക് പ്ലേറ്റ് 103 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് അത് കവർ ചെയ്യുന്നത്. നമ്മുടെ പെസിഫിക് ഓഷ്യനിലാണ് വരുന്നത്. Article that gives freedom to attendance at religious instructions or religious worship in certain educational institutions. ചില എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അകത്ത് റിലീജിയസ് പ്രാക്ടീസസ് ഫോളോ ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അതായത് അതാത് റിലീജിയൻ്റെ സ്കൂൾസും കോളേജസ് ഒക്കെ ഉണ്ടാവില്ലേ അവിടെ. അത് കൊടുത്തിരിക്കുന്ന ഏത് ആർട്ടിക്കിളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 28. ഓക്കെ, ആർട്ടിക്കിൾ 28. സോ ഫ്രീഡം ഓഫ് റിലിജ്യൻ നമുക്ക് 25 തൊട്ട് 28 വരെയാണുള്ളത് അല്ലേ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജ്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഒന്നാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജ്യൻ. 25 തൊട്ട് 28 വരെ. 25 പറയുന്നത് നമുക്ക് ഏത് റിലിജ്യൻ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ്. 26 മാനേജ് റിലീജിയസ് അഫയേഴ്സ്. 27 ഫ്രീഡം ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലിജ്യൻ. ആൻഡ് 28 നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റൻഡൻസ് അറ്റ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ്, റിലീജിയസ് വർഷിപ്പ് ഇൻ സർട്ടൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Which article states that the president makes rules to facilitate the transaction of government business and to allocate business among ministers? Article 77 ആണ്. എന്താണ് ആർട്ടിക്കിൾ 77 പറയുന്നത്? ഇതിൽ പറയുന്നത് ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷാൽ ബി എക്സ്പ്രസ്ഡ് ടു ബി ടേക്കൺ ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ്. എല്ലാം എക്സിക്യൂട്ടീവ് ആക്ഷൻസും ലാസ്റ്റ് ഒപ്പുവെക്കേണ്ടത് പ്രസിഡന്റ് ആണ്. അതായത് പ്രസിഡന്റിന്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 77 രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പ്രസിഡന്റ് ഷാൽ മേക്ക് റൂൾസ് ഫോർ മോർ കൺവീനിയൻറ്റ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ഓഫ് ദി ഗവൺമെന്റ് ആൻഡ് ടു അലോക്കേഷൻ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സെഡ് ബിസിനസ്. ഓക്കെ, എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് നടത്തേണ്ടത്, അതിന് വേണ്ട മിനിസ്റ്റേഴ്സ്, ഇതൊക്കെ പ്രസിഡന്റ് വേണം തീരുമാനിക്കാൻ. Which committee was formed by the RBI in 2010 to review the issues and concerns related to microfinance institutions in India? ഏത് കമ്മിറ്റിയാണ് അപ്പോയിൻറ്റ് ചെയ്തത്? മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കി പഠിക്കാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഒരു കമ്മിറ്റി ഏതാണ്? മലേഗാം കമ്മിറ്റി. YH മലേഗാം ആയിരുന്നു ഈ കമ്മിറ്റിയുടെ മെയിൻ പേഴ്സൺ. അതുകൊണ്ട് മലേഗാം കമ്മിറ്റി എന്നാണ് പറയുന്നത്. സോ ഇൻ വ്യൂ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോ ഫിനാൻസ് RBI 2010 ഫോംഡ് എ സബ് കമ്മിറ്റി അണ്ടർ Shri YH Malegaam, member of Central Board of Directors RBI, to study issues and concerns of microfinance sector. When water is broken down into hydrogen and oxygen by passing electric current, it's an example of dash type of reaction. നമ്മൾ കറണ്ട് ഉപയോഗിച്ച് വെള്ളം സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ റിയാക്ഷൻ എന്താ പറയുക? ഡീകമ്പോസിഷൻ അല്ലെ. ഒരു കോമ്പൗണ്ട് അതിൻ്റെ കോമ്പണൻസ് ആയിട്ട് മാറുകയാണ്, അതിൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളതിന് ഡീകമ്പോസിഷൻ എന്നാണ് പറയുന്നത്. സോ ഇതിനെ നമ്മൾ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ എന്നും പറയാം, കാരണം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ്. വിച്ച് ആർട്ടിക്കിൾ സ്റ്റേറ്റ്സ് ദാറ്റ്? ആർട്ടിക്കിളാണ് എന്താണ് പറയുന്നതിൽ? എക്സിക്യൂട്ടീവ് പവർ ഓഫ് എവറി സ്റ്റേറ്റ് ഷാൽ ബി സോ എക്സസൈസ്ഡ് ആസ് not to impede or prejudice the exercise of the executive power of the union. And executive power of the union shall extend to the giving of such direction to the state
as may appear to the government of India to be necessary for that purpose. So ഈ പറയുന്ന ഏത് ആർട്ടിക്കിളാണ്? 257. ബേസിക്കലി നമ്മൾ എങ്ങനെയാണ് യൂണിയൻ സ്റ്റേറ്റിൻ്റെ പുറത്ത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയ ഒരു ആർട്ടിക്കിളാണ് 257. സോ ഇറ്റ് ഡീൽസ് വിത്ത് യൂണിയൻസ് കൺട്രോൾ ഓവർ സ്റ്റേറ്റ്സ് ഇൻ സർട്ടൻ സർക്കംസ്റ്റൻസസ്. ടങ്ക ആൻഡ് കുണ്ട് വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇസ് സീൻ ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് ടങ്ക ആൻഡ് കുണ്ട്, അതായത് പോണ്ട് ആൻഡ് വെൽ, അങ്ങനെ ഒരു ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അതെവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? രാജസ്ഥാനിലാണ് കേട്ടോ, രാജസ്ഥാനിൽ. സോ ട്രഡീഷണൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നിക് ഓഫ് ടാങ്ക ഓർ പാർ ഇസ് കോമൺ ഇൻ ഥാർ ഡെസേർട്ട് region of Rajasthan. Circular rectangular shaped ponds are used to provide drinking water for the families. മറ്റുള്ള ചില വാട്ടർ, കാരണം രാജസ്ഥാൻ നമുക്കറിയാം മരുഭൂമിയാണ്, മെയിൻ ഏരിയ മരുഭൂമിയാണ്. അപ്പോൾ അവിടെ ഒരുപാട് വെള്ളം ഒക്കെ കൺസേർവ് ചെയ്യാനായിട്ടുള്ള പദ്ധതികളുണ്ട്. മറ്റു ചിലതാണ് നദി, ജൊഹാദ്, ബാന്ധ ഒക്കെ. ഓക്കെ, വിച്ച് ആർട്ടിക്കിൾ ഇസ് സിമിലർ ടു ആർട്ടിക്കിൾ 32? ആർട്ടിക്കിൾ 32 എന്താണ്? ആർട്ടിക്കിൾ 32 പ്രകാരം റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് സുപ്രീം കോടതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 226. അത് നമ്മുടെ ഹൈക്കോടതിക്ക് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, വിച്ച് ഇസ് സിമിലർ ടു സുപ്രീം കോർട്ട്സ് റൈറ്റ് ദാറ്റ് ഈസ് ഗിവൻ ഇൻ 32. സോ 32 ആൻഡ് 226 വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ബേസിക് സിമിലാരിറ്റി. ഓക്കെ, അത് വരുന്നത് ആർട്ടിക്കിൾ 32ഉം 226. 32 സുപ്രീം കോടതി റിറ്റ്സ്, 226 ഹൈക്കോടതിയുടെ റിറ്റ്സ്. റിറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? നമുക്ക് 5 റിറ്റ്സ്, 4 അല്ല കേട്ടോ, 5 റിറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് 5 റിറ്റ്സ്? ഹാബിസ് കോർപ്പസ്, മാൻഡമസ്, ക്വാ വാറന്റോ, പ്രൊഹിബിഷൻ ആൻഡ് സർട്ടിയോററി. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ. നമുക്ക് മെമ്മറി ബേസ്ഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 63 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇങ്ങനെയുള്ള സെഷൻസ് ഇനിയും നിങ്ങൾക്ക് വേണോ? കാരണം നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ഒക്കെ ചെയ്ത് ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കൂടുതലായി ചെയ്യാനായിട്ടും പിന്നെ അത് ഇൻകോപ്പറേറ്റ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ കാണാറുണ്ട് വീഡിയോസിന് ധാരാളം വ്യൂസ് വരുന്നുണ്ട്, പക്ഷേ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കാണുന്നില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എക്സാം കഴിഞ്ഞവർ ക്വസ്റ്റ്യൻസിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഞങ്ങളെടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെയുള്ള സെഷൻസ് വേണോ അതും നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെടുത്ത് അറിയിക്കുക. ഓക്കെ, സോ അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.